ഇതൊന്നും നോക്കാൻ. അറിയാത്തതുകൊണ്ട് ചോദിക്കും. നിങ്ങളൊക്കെ എന്നെ മറന്നയാണോ? അതോ എന്താ പറ്റിയേ? ഇവിടാന്ന് തോന്നുട്ടാ. ഇവിടെ തൊട്ടാണ് ഈ TDM കയറുന്നതിന് തൊട്ട് ബാധിക്കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവൻ നേരെ വന്ന് TDMന്റെ ഞാൻ ചെന്ന് അപ്പം എന്നെയൊക്കെ ഇടിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദേഹത്ത് വണ്ടി ആയിട്ട് അടുത്ത് എനിക്ക് ഇത്ര മര്യാദയൊക്കെ ഉള്ളതാന്ന് പറഞ്ഞ് ഞാൻ അവനോട് കൊണേ അവനെ കണ്ടീന്നും പട്ടീന്നൊക്കെ വിളിച്ച് ഞാനും അതുപോലെ തിരിച്ച് അതേപോലെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതങ്ങ് വിട്ട് അവനെ പിന്നെ കണ്ടില്ല. പുതുക്ക് റാൻഡോട്ട് വന്നപ്പോഴത്തേക്ക് ഇവൻ അവിടെ നിൽക്കുന്നുണ്ട്. നേരെ പിന്നെ ഓസ്റ്റ എടുത്ത് ആൾക്കാരൊക്കെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ആ കയ്യൊന്ന് മുക്കോടാ മോനെ. ഒന്ന് ചിക്കൻ കറി വെക്കാൻ പഠിപ്പിച്ചു. ചിക്കൻ കറി ഹാപ്പി അല്ലേടാ നീ? നിങ്ങൾ എൻജോയ് ചെയ്യടാ, സമയമുണ്ട് ഇഷ്ടം പോലെ. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി സമ്മാനദാനല്ലേ? പ്രതീക്ഷിക്കാത്തൊരു കുത്തലായിരുന്നു. അതുപോലെ പ്രതീക്ഷിക്കാത്ത ഒരു അടി വെച്ചു കൊടുത്തിരിക്കുന്നത് MS-13 TV. നിങ്ങൾക്ക് അറിയത്തില്ലേ? ചത്ത നീയൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാൽ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാൽ അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ താഴെ ഇറക്കും. നീ മര്യാദക്ക് പറയുന്നവരെ നീ പറഞ്ഞു. നീ നോർമൽ നമ്മൾ നിർത്താൻ പറയാ. അന്നേരം നിർത്താൻ പറയാ. പറഞ്ഞോ നീ പറയടേ, നീ പറയടേ, നീ പറയടേ. പോരാ പറഞ്ഞ നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും. നിങ്ങളൊക്കെ നമ്മൾ മറ്റേ നമ്മുടെ ചൊറിയാൻ നിൽക്കുന്ന ഒരുത്തനാണെന്ന് വിചാരിക്കരുത്. ചേച്ചി പാട്ട് പാടും ഇപ്പോഴൊന്ന്. എടാ നിനക്ക് ഈ ലൈവ് മര്യാദയ്ക്ക് പോകുന്നത് കണ്ടിട്ട് ഒരു സമാധാനം ഇല്ലേ? ഒരു സമാധാനം ഇല്ല. PG ഗെയിമർ ആരാ? എനിക്കറിയത്തില്ല ആരാ. മാക്സ് ആടാ എന്റെ ഒരു ഹെഡ്സെറ്റ് പോയാ എന്റെ ഒരു ചെവി പോയി. I message you on Instagram and Gmail. I also send you my drawing, but I guess you didn't see. കണ്ടില്ല ഭാഗ്യ. ഞാൻ നോക്കാട്ടോ. ഞാൻ നോക്കാം. ഇന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചിടുവോ? 2 അക്കൗണ്ടിലും അയച്ചിടുവോ? കുട്ടിക്ക് ഇപ്പൊ ആരുടെ ഇഷ്ടമുണ്ട്? ഇനി ഇഷ്ടം മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല. പക്ഷെ ആളുടെ പേര് കേട്ട ഈ കത്തി തോന്നുന്നില്ല. പേര് പറട്ടെ, കത്തി നോക്കട്ടെ. പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല. കൊറേ ദിവസമായില്ലേ മനസ്സിലാളെ കൊണ്ട് നടക്കാൻ തുടങ്ങിട്ട്. ഇങ്ങനെ വളച്ചു നീട്ടാ. നീ കാര്യം പറ. ഞാനും കൂടി കേക്കണം. നിന്നോട് പറഞ്ഞിട്ട് കേട്ടില്ലേ? കേട്ടില്ല. എന്താ? എനിക്കൊരു ക്രഷ് ഉണ്ട്. ആരോട്? പാസ്വേർഡിനോട്. എല്ലാവർക്കും എന്നെ മതി.
പണ്ടാരം അടക്കാൻ പറ്റും? കുറെ അല്ലേ ഞാൻ ഓൺലൈനിലാണോ അതോ നിങ്ങൾ ലൈവ് വരാനാണോ? ഇല്ല, നീ ഓഫ്ലൈൻ പോയതല്ല, ഞാൻ SRK. എലി ഈഗോ അടിക്കട്ടെ, എനിക്ക് ഈഗോയും പോകുന്നില്ല. പിന്നെ സാരില്ലെന്ന് നിനക്കൊക്കെ ഇത് വിടാറായില്ലേ? എലി സ്പൈഡർമാൻ കാണാൻ പോകും. ഞാൻ സ്പൈഡർമാൻ കാണാൻ പോയില്ല. ഒരു ടിക്കറ്റ് പറയണം, എനിക്ക് ടൈമില്ല. എന്ത് പറയാനാ? ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ചോദിച്ചോ. പെട്ടെന്ന് പറയാം. ഞാൻ കൊറേ നേരം കാത്തിക്കൂടെ. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കട്ടക്ക് കൂടെ നിൽക്കുന്ന ഫ്രൂട്ട് ഏതാണ്? ആൻസർ പറയേ. ഫ്രൂട്ടോ? അതിപ്പോ എല്ലാ ഫ്രൂട്ടും ഫ്രീസറിൽ വെച്ചാൽ കട്ടാവൂലേ? അങ്ങനില്ല, കട്ടക്ക് കൂടെ എങ്ങനെ? കട്ടക്ക് കൂടെ. അതേത് ഫ്രൂട്ടാ? സമയമില്ല, സപ്പോട്ട. ഓൾവേസ് സപ്പോർട്ട്. സമയമില്ലാത്തോണ്ടേ. കട്ട് ഫ്രൂട്ട്സ് ആണോ? ഓ എന്റെ ബുദ്ധി, ഞാൻ പിന്നെ കട്ട് മാങ്കോ എന്നെങ്കിലും പറയും. ഓ സപ്പോർട്ട് ഉണ്ടല്ലേ. Airbnb പോയിട്ട് തിരക്കായിരുന്നു, ധർമ്മന്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് വ്ളോഗ് കള്ളായിരുന്നു. താങ്ക് യു. ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വെക്കുന്നു. ഞാൻ വിചാരിച്ചു എപ്പോഴും തരുമ്പോൾ അഗ്ഗായിരിക്കുന്നു. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോ പറയാം കുശുമ്പ്, അസൂയ, പിന്നെ തള്ള വൈബായി എന്നൊക്കെ പറയും. അല്ല, അതല്ല. എന്താ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊക്കെ ഇതൊക്കെ പ്രശ്നമാവുന്നത്. അപ്പൊ നമ്മൾ പ്രശ്നമാണെന്ന് പറയുമ്പോ നീയൊക്കെ പറയും എനിക്കൊക്കെ ഈഗോ ആണെന്ന് പറയും. സജീവ വെൽക്കം ടു ദി ലൈവ്. ഞാൻ പറഞ്ഞേക്കടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇവന്മാർ ടയർ പൊട്ടിക്കുമ്പോഴേ ഇവന്മാർ ചെന്ന് ബ്രെയിൻ ഡെഡ് ടയർ എന്താ പറയാ റിപ്പയർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചാ? അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ കല്ലിൽ കുത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് ഇവിടെ കുത്തണത്. ഈ മാർക്ക് കണ്ട, ഈ മാർക്ക് കണ്ട, ഈ കടയുടെ ഇവിടെ ഈശ്വരൻ കണ്ട, ഇവിടുന്ന് നേരെ ആ കല്ലെ കുത്തിക്കോ. വാ ഈ ഇവിടുന്ന് നേരെ വന്ന് ഈ കല്ലെ കുത്തി ഇവിടുന്ന് കല്ലെ കുത്തുറ എല്ലാം കുത്തിക്കളാ. നീലകണ്ഠൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ട് നീലകണ്ഠന്റെ അടുത്തൊരു പിക്ക്. ഓക്കെ, നീലകണ്ഠന്റെ മൂന്നാമത്തെ പിക്ക്. ജി വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നില്ലേ? പക്ഷെ എനിക്ക് അങ്ങനെ വല്ലപ്പോഴും സംഭവിക്കാറില്ല. മനസ്സിലാടാ? നിനക്കൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്നത്. ഓർമ്മയുണ്ടോ നിനക്കതൊക്കെ? ജി ബ്രോ ബാക്ക് ടു ലോബി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എല്ലാവരുടെ നീലൻ ഫസ്റ്റ് ഒരു കോള് പറയുമ്പോ ആ സെക്കൻഡിൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്മിറ്റ് ചെയ്യട്ടാ, ഡിലേ ആക്കരുത്. കുറച്ച് നാളായിട്ട് നീലന്റെ കുറച്ച് പേര്, പക്ഷെ നീലന്റെ പേരിനകത്ത് കാര്യമുണ്ട് കേട്ടോ. മനസ്സിലായി? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി നോക്കിയാൽ മതി. മണിയൊക്കെ നിന്റെ വീട്ടില്. മനസ്സിലാടാ? ക്യാമ്പ് ചെയ്യുന്ന തീട്ടങ്ങളെ. നൈറ്റ് വെൽക്കം ടു ദി ലൈവ്. ഗോഗോ അഡിക്റ്റ്, താങ്ക് യു സോ മച്ച് ഫോർ ദി 1 മെമ്പർഷിപ്പ്. അല്ല ഇതിന് എന്ത് വരുന്നോട് പറയുന്നത്? അയ്യോ അതൊക്കെ ഞാൻ മറന്നുപോയോ. സബ്, താങ്ക് യു സോ മച്ച് ഫോർ ദി 1 സബ് മാൻ. താങ്ക് യു സോ മച്ച്. ഗോഗോ അഡിക്റ്റ് താങ്ക് യു മോനെ, താങ്ക് യു. അത് വെറുതെ അല്ല, മഴ പെയ്തതാണെന്ന്. എന്ത് ഇന്ന് ഇച്ചിരി മേക്കപ്പ് കൂടുതൽ ഇട്ടോ? ഇന്ന് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ഗോഗോ അഡിക്റ്റ് താങ്ക് യു മോനെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഈ ഗോഗോ അഡിക്റ്റിനെ മോനെന്ന് വിളിക്കണോ അതോ മാമാന്ന് വിളിക്കണോ അതോ ചേട്ടാന്ന് വിളിക്കണോ ഒന്നും ഒരു പിടുത്തവും ഇല്ലല്ലോ. നിന്റെ കേൾക്കാൻ നമ്മുടെ കേൾക്കാൻ തമ്മിലുള്ള വ്യത്യാസം അതാണ്. 7 വരെ കൊന്നും നിങ്ങളുടെ 25 പേരിൽ 3 ഇവിടെ വെറും 3 പേര് മാത്രം 7 ചിന്തിച്ചു. പേരെ പിന്നെ കൂറുള്ളവനെ കൊണ്ട് കക്കൂസൊക്കെ ഞാൻ രാത്രി ഇത് പഴയതല്ലേ? ഞാൻ വീണ്ടും കാണുന്നത് ഈ പഴയത് തന്നെ. ഡെസ്ട്രോന്റെ പിക്കില് പഴയ സാധനം. ഞാൻ ലൈവ് പഴയതാണ്. മസിൽ മെമ്പറെ ഒക്കെ പോയോന്നാ? എന്റെ പൊന്ന് സ്കൈ ഡ്രീമറെ, ഞാനൊരു നോ മസിൽ ഗേൾ ആണ്. കണ്ടില്ലേ, എനിക്ക് മസിലൊന്നുമില്ല. അപ്പൊ പിന്നെ എനിക്ക് മസിൽ മെമ്മറി എങ്ങനെ ഉണ്ടാവും? മസിൽ ഇല്ലാത്തോണ്ടല്ലേ എനിക്ക് മസിൽ മെമ്മറി ഇല്ലാത്ത. ടയർ ഇല്ലാത്ത വണ്ടി വെച്ച്
എന്റെ ഈ ടീനിയസിന്റെ വെള്ളത്തിലിട്ടിരുന്ന കാഴ്ച എമ്മത്തടി വെള്ളത്തിൽ പേടിക്കുന്നു. ഇതാ അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകിക്കെത്തിയ കർണനായി നാട് മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരുന്നു പറഞ്ഞോട് എമ്മത്തടിയുടെ കല്ലുപാത്തൻ ബെന്നി ജോൺസൺ ആൻഡ് സുകുമാൻ. ഇവിടെ സുകുമാരെ കർണനില്ലാത്ത വണ്ടി വെച്ച് വെള്ളത്തിലിട്ടിരുന്ന കാഴ്ച എമ്മത്തടി വെള്ളത്തിൽ പേടിക്കുന്നു. ഇതാ അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകിക്കെത്തിയ കർണനായി നാട് മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരുന്നു എന്ന് പറഞ്ഞോട് എമ്മത്തടിയുടെ കല്ലുപാത്തൻ ബെന്നി ജോൺസൺ ആൻഡ് സുകുമാൻ. ഇവിടെ സുകുമാരെ സുകുമാൻ നീന്തി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുകുമാൻ പാട്ടൊക്കെ പാടുക. നിനക്കെന്താണ് പ്രശ്നം? മസിലും ഇല്ല, മെമ്മറി ഇല്ലെന്ന് മീക്കാർലോ. ബുദ്ധി ഇല്ലെങ്കിൽ എന്താ പറയാ? സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ബീങ് ഓൺ ദി ടോപ്പ്. എനിക്ക് ആ ആദ്യം പറഞ്ഞ വേർഡ്സ് മനസ്സിലായത് പോലും ഇല്ല. After the rebuild. അത് പറ. 15 സ്ട്രീക്ക് എത്ര ഗ്യാങ് നിന്നിട്ടുണ്ട് ഇങ്ങനെ? അണ്ണാ ഞാൻ കാര്യം പറയട്ടെ, മലയാള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഇത്രയും സ്ട്രീക്ക് നിൽക്കുന്ന ഫസ്റ്റ് ഗ്യാങ് നമ്മളാ. എന്റെ മുകളിലൊരു വെക്കമുണ്ടാ. വേറൊരു കാര്യം, ടി വിക്കകത്തുനിന്ന് ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ടി വിക്കകത്തുനിന്ന് 2 പേരെ കൊണ്ടുപോകും അല്ലെങ്കിൽ 3 പേരെ കൊണ്ടുപോകും. നീ ഇനി 50 പേരെ കൊണ്ടുപോയാലും ടി വിക്കകത്തുനിന്ന് ഇനി പോയാലും 14 പേര് പോയിട്ട് ഈ ഗ്യാങ് നിന്നെയൊക്കെ 2 വട്ടം അടിച്ച് നിന്റെ മുകളിൽ നിൽക്കുക. പിന്നാണോ 2 പേര് പോയാലും? ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാങ് ലീഡറിനെ കൊണ്ടുവന്ന് കത്തിച്ചാൽ പോലും ചോദിക്കാൻ എടുത്തിട്ട് തരത്തില്ല. കുറച്ച് ലേറ്റ് ആയി പോയി വന്നപ്പോ ഞാനിത് ആലോചിച്ചിട്ടുണ്ടത് എന്താ സിറ്റുവേഷൻ എന്ന്. വല്ലപ്പോഴും വന്നിട്ട് എന്തോ ആടാ വികടാ, ഞാൻ വല്ലപ്പോഴും വരുന്നതാണോ നിന്റെ പ്രശ്നം? ഞാൻ വരണ്ടേ ലൈവ്? ഇനി ആമസോണിൽ ബ്രെയിൻ ഉണ്ട്, ജസ്റ്റ് കുഞ്ഞമ്മയ്ക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കും. സുധീഷ് ഹായ്. എಲ್ಲಿ മഞ്ചാടി കിട്ടിയ പോലെ മിസ്റ്റർ ലൈറ്റിന്റെ ആഡും പെട്ടെന്ന് കിട്ടട്ടെ. ഇപ്പൊ ഫ്രീ പ്രൊമോഷൻ അല്ലേ കൊടുക്കണേ? മിസ്റ്റർ ലൈറ്റാ? അതെന്താ മിസ്റ്റർ ലൈറ്റ്? എനിക്കറിയത്തില്ലല്ലോ. ആർക്കും തരുന്നുണ്ട്. ഇന്നലെ പിള്ളേരെ ഏത് അതിന് സോട്ടി ഇല്ലാലും എന്തില്ലാലും പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ അതിന് ഏത് കണ്ടിയാണെങ്കിലും ഇതേപോലെ നാട് ഇതേപോലെ. അതിന് എന്തൊക്കെ വന്നാലും കണ്ണാപ്പി ഇന്ന് ചാറ്റ് വരും. കണ്ണാപ്പി ഇന്നലെ വിളിച്ചിട്ട് ഞാൻ ഇഗ്നോർ ചെയ്തു. അതുകൊണ്ട് കണ്ണാപ്പി ഇന്ന് ചാറ്റ് വരും. ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ പണ്ടാരക്കാലം വിളിക്കും. രാത്രി 3:45, രാവിലെ 12 മണി. ഈ സമയത്തൊന്നും ഞാൻ ഉറങ്ങി എനിക്ക് ബോധമുള്ള സമയമായിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇഗ്നോർ ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചില്ല, മറന്നുപോയി. ഇപ്പോഴാണ് ഞാൻ ഓർത്ത് അങ്ങനെ ഒരാൾ വിളിച്ചെന്ന്. ഇന്ന് വരും. ഞാൻ പറഞ്ഞുതരാം ഡയലോഗ്. ഓ നമുക്കൊന്നും ചേച്ചിമാരില്ലല്ലോ എലി, വിളിച്ചാൽ പോലും മൈൻഡ് ചെയ്യത്തില്ല. ഇതാണ് ഫസ്റ്റ് ഡയലോഗ്. ഓക്കെ വരും. ഇത് ഞാൻ കണ്ടതാ. കഴിഞ്ഞ ദിവസം ലോകം മുഴുവനും വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ മുകളിൽ വലിഞ്ഞു കയറി
പ്രൊപ്പോസൽ നടത്തിയ ഡെയർ ഡെവിൽ എന്നറിയപ്പെടുന്ന രണ്ടുപേരാണ് ഇവര്. അഞ്ജല നിക്കോളും ഇവാൻ എന്നും പറഞ്ഞിട്ടുള്ള ഇവര് റഷ്യയിൽ നിന്നുള്ള ക്ലൈംബേഴ്സ് ആണ്. ഇല്ലീഗലായിട്ട് ഈ റൂഫ് ടോപ്പുകളുടെ മുകളിലൊക്കെ കയറി നിന്ന് വീഡിയോ പകർത്തുന്നതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സേഫ്റ്റി സംഭവങ്ങളൊന്നും ഇവർ യൂസ് ചെയ്യാറില്ല. 2024 സ്കൈ വാക്കേഴ്സ് ദി ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇവരെ ഡോക്യുമെന്ററി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ജൂലൈ 1-ാം തീയതി അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു പാട്ട് പാടായിരുന്നു. വേണ്ട വേണ്ട പാടും. വേണ്ട വേണ്ടെന്നു വേണ്ടെന്നു അണ്ണോ എനിക്ക് താങ്ക് യു അണ്ണോ യഥാർത്ഥ കാറിന്റെ മുന്നിലോട്ട് നിന്ന് പാടും. അല്ല അത് വേണ്ട ഇടിച്ച് തോളത്തിരുന്നോളാം. നീ കേക്കണ്ട അമ്മ പൊതുപ്പൊഞ്ചു തമ്പുരാനേ. ഇല്ല വെൻവാസു നമുക്കുള്ള കുറവുകളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ആൾക്കാരെ നമ്മുടെ ലൈഫിൽ കറക്റ്റ് സമയത്ത് വരും. അവര് മതി. നമ്മുടെ കുറവുകളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളോട് നിൽക്കുന്ന ആൾക്കാരെ കിട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ. മനസ്സിലായ? അല്ലാതെ ഈ നമുക്ക് എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇല്ലസ് ഉണ്ടെന്ന് പറയുമ്പോൾ വിട്ടിട്ട് പോകണവരൊക്കെ ഇപ്പോഴേ പോണതാണ് നല്ലത്. അതൊന്നും ഓർത്ത് പോലും വിഷമിക്കരുത്. ചില്ലായിട്ടിരിക്കണേ. ചില്ലായിട്ടിരിക്കണേ. ഇവിടെ റായിനടുത്ത് പിക്ക്, ഡസ്റ്റോന്റെ പിക്ക്, ഡസ്റ്റോന്റെ 4-ാമത്തെ പിക്ക്, ഡസ്റ്റോന്റെ 5-ാമത്തെ പിക്ക്, ഡസ്റ്റോ 6 പിക്ക്. ലാസ്റ്റ് 3 കിലോ ഡസ്റ്റോ. താടിന്ന് മേളിലോട്ടാണ് ഇവിടെ നോക്കുന്നേ. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് നടന്ന വാർ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് അങ്ങ് പിള്ളേര് കട്ട് ചെയ്തോണ്ടിരുന്നുണ്ട്. വേറെ വാറൊന്നും ഇതുവരെ കിട്ടിയതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതാണ് മനസ്സിലായത്. ഇത് എപ്പോഴും ന്യൂ സിറ്റി വരുമോ വേറെ വെച്ചാണോ? അല്ലടാ പഴയതാ. കണപ്പി നീ എന്തോ കുറച്ചു മുമ്പ് എന്തായിരുന്നു പറഞ്ഞത്? അണ്ണാ ഞാനൊന്നും പറഞ്ഞില്ല. അല്ല കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? നിനക്കൊരു പ്രശ്നം വന്നപ്പം ബുള്ളറ്റ് പണ്ടോട്ട് കൂടെ നിന്നല്ലേ? അണ്ണാ ബുള്ളറ്റ് അണ്ണാ പണ്ടോട്ട് കൂടെ ഉണ്ടായിരുന്നല്ലേ? ആ അപ്പൊ ഇനി തൊട്ടേ അണ്ണാ ബുള്ളറ്റ് മാത്രമല്ല ടി വിയിലെ എല്ലാരും നിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് തൊട്ട് ടി വിയെ കണ്ണാപ്പി. ഇനി ആരും ഓശാരം നിന്റെ അടുത്ത് ഒന്നും പറയത്തില്ല. നീ ടി വിയിലെ അണ്ണന്മാരുടെ ഇതിലല്ലേ കറങ്ങുന്നത്. ടി വിയിലെ അണ്ണന്മാരുടെ അല്ല ടി വിയുടെ പവർ കൊണ്ട് നീ കളിക്കുന്നത് പറഞ്ഞാ മതി. സോ ഇന്ന് തൊട്ട് ഇനി നിന്നെ ചൊറിയുന്നവന്മാരുടെ അടുത്ത് ടി വിയിലെ അണ്ണന്മാരുടെ ബലത്തിലല്ല ടി വിയുടെ ബലത്തിലാണ് നീ ഇവിടെ നിൽക്കുന്നതൊക്കെ പറഞ്ഞാ മതി. ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഒരാൾ വന്നിട്ട് ടി വിയിൽ കേറിയിട്ടുണ്ടെങ്കിൽ അവന്റെ കഴിവ് എന്താന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ഇവൻ സംസാരിക്കുന്ന ടോണിലാണ് ആളുകൾ വള്ളി പിടിച്ചോണ്ടിരിക്കുന്നത്. ഇവൻ സംസാരിക്കുന്ന ടോൺ ഇഷ്ടപ്പെടാതെ അത് ടി വി കേട്ടിട്ടുള്ള വള്ളികളുണ്ടല്ലോ. അവൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവന്റെ പേര് തന്നെ ധാരാളമായി. അവന്റെ പേരെന്നാണ്. അവൻ എത്ര വള്ളി പിടിച്ചു എന്ന് അവന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാശിറക്കിയൊന്നും അല്ലടാ. 5 years ഓഫ് കണ്ടപ്പോ അവൻ അങ്ങനെ കാശിറക്കാറൊന്നുമില്ല. ചേച്ചി കെക്സാർട്ട് ട്രൈ ചെയ്തോ? കെക്സാർട്ട് അതെന്താ സാധനം? ചേച്ചി ഹായ്, എന്താ പരിപാടി? ഷാഡോ ഹായ്ഡാ, വെൽക്കം ടു ദി ലൈവ്. ആദ്യത്തെ വെൽക്കം ടു ദി ലൈവ്. നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്? പേരെന്താ? കുട്ടിയുടെ പേരെന്താ? പാൽക്കുപ്പിയാ? പാർവതി. പാർവതിക്ക് ഒരു പെണ്ണല്ലേ വേണ്ടത്? ഹായ് പാർവതി. ഞാൻ എന്നത്തതാ ഇപ്പൊ ഇരുന്ന് കാണുന്നേന്നറിയാവോ? നിങ്ങൾക്കെങ്കിലും ഒന്ന് ഡേറ്റ് നോക്കിക്കൂടെടാ. ജൂലൈ 4-ാം തീയതി. എനിക്ക് ബോധമില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾക്ക് നന്നായിട്ട് അറിയത്തില്ലേ എനിക്ക് ബോധമില്ലെന്ന്? നിനക്കൊക്കെ ഒന്ന് ആ ഡേറ്റ് നോക്കിക്കൂടെ? ഡേറ്റ് എന്റെ തമ്പുരാനെ. ഫസ്റ്റ് ഡേറ്റ്. Here we go. Welcome to Excellent.
ലെറ്റ്സ് ഗോ പ്ലേ പരുന്തുവാസു പ്ലേ ഗെയിം. ഇത് രണ്ടാം സിറ്റിയാ? എല്ലാവർക്കും വെൽക്കം. ലാസ്റ്റ് ലൊക്കേഷൻ. ഇത് പഴയതല്ലേ? നോക്കട്ടെ, ഇത് എന്നത്തെയാണ്? 1550. ഇന്നത്തെയാണ്. മള്ളിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ മലയാളിയുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു 5 years ആവാൻ പോവാണ് മള്ളി. ഇപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സിറ്റി പോലെയല്ല. ഈ സിറ്റിയിൽ ഫോൺ റീചാർജ് ചെയ്യാൻ പൈസ വേണം, ഫുഡ് വാങ്ങാൻ പൈസ വേണം, വണ്ടി വാങ്ങാൻ പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. എനിക്ക് എന്റെ ശമ്പളവും വേണം. ഇതുവരെ ഉള്ളത് പോട്ടെ, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത ജോലിയിലെ കുറച്ച് ശമ്പളം അത് പഴയ ഫുള്ളായിട്ട് തീർത്തല്ലോ. സിറ്റി തീർത്തു, എന്റെ കടം തീർത്തിട്ടില്ല. ഇത് പഴയ പ്രാവശ്യം നല്ല വീഡിയോ ആണ്. വെൻ ഗോ ടു ടോപ്പ് ഓഫ് ദി വാട്ടർ. എന്താടാ പാവ ബാബു എന്നാ, പിന്നെ ഭയങ്കര പാവ. ഇതിപ്പോ നമ്മൾ കണ്ടതാണ്, ഇത് ഇച്ചിരി മുമ്പേ. അന്നും ഞാൻ കണ്ടു, ഇന്നും ഞാൻ കണ്ടു. മൂക്കുത്തിട്ടുണ്ട് ഷോ. ഓ നൈസ്. താങ്ക് യു. എനിക്ക് മൂക്കുത്തിയ ചെക്കന്മാരെ ഭയങ്കര ഇഷ്ടം. ആണല്ലേ? അതെന്താണ് അവൾക്ക് മൂക്കുത്തി പെൺപിള്ളേരെ ഇഷ്ടമല്ലേ അവൾക്ക്? മൂക്കുത്തി ചെക്കന്മാരെ മാത്രമേ ഇഷ്ടമുള്ളൂ, മൂക്കുത്തി പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ? ന്യൂ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഒരു നിമിഷത്തിലെ 60 പഞ്ച പോടുക. റെഡി 1 2 3 സ്റ്റോപ്പ്. അതേത് കേരള? എനിക്കറിയത്തില്ല. പ്രകടന സമുചിത സമജ സമൂഹനത കുതുക ഭരകൃത ഗമന ഭവന വചന സമധികത പ്രകട പരിണത മഹവിധി സർവസ വിരചിത ഹരിവിധി ഹരിഹത ഹരിപതി തദിമുഖ സ്വരമതി പരിവൃത. Hey, I've seen this one. It's a classic. തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്നെന്നാണ് മനസ്സിലാവാത്തത്. ചേച്ചി, എന്റെ മനുഷ്യന്മാർ ഒരു കാര്യവും ഇല്ലാത്ത ഇത്രയും ഹോൾസ് ഇടുന്നേ. ചേച്ചി എന്തിനാണ് മനുഷ്യന്മാർ ഒരു കാര്യം ഇല്ലാതെ ഇത്രയും ഹോൾസ് ഇടുന്നത്? എവിടെ ഹോൾസ് ഇട്ട്? വേൾഡ് റെക്കോർഡ് മോസ്റ്റ് ലൈറ്റ് യൂസിങ്. എടാ ഞാൻ അങ്ങനല്ലോ, അതൊക്കെ നിന്റെ ഇതാണ് സ്പൈഡർമാൻ. നിങ്ങൾ കണ്ടോ? നല്ല പടാ. ഓക്കേ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോഴും ആ പഴയ പീറ്റർ പാക്കറിനെയാണ് ഇഷ്ടം. ഞാനിപ്പോഴും അവിടെ നിൽക്കുക. ഞാൻ ഇന്ന് കാണാൻ പോവാണെന്നോ? ഇല്ല, കണ്ടില്ല. നൈസ് മൂവിയാണ്, കാണണം. എനിക്ക് കാണാൻ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ കൊച്ചി പോയിരുന്നു. ഇതാണ് സംഭവിച്ചത്. എനിക്കും അതേ സെയിം പിച്ചെന്ന ചോബി. സ്പോയിലർ ഒന്ന് എഴുതി വെച്ചു. ഇതൊക്കെ മാറിയാ മണ്ണ് കൊണ്ടു വേണം.
സാധനമാണിത്. ഡിസിയുടെ പ്ലേലിസ്റ്റ് എല്ലാം കീഴിലാണ്. സത്യല്ലേ? Everyone wants to be a Spider-Man, but no one wants to be a Peter Parker. But എനിക്കൊരു പീറ്റർ പാർക്കർ ആവാനാണ് ഇഷ്ടം. ഇവിടെ പേരെന്താണ്? എന്തോ ഒരു ലിൽ ഇൻസൾട്ട്. പണ്ടാരടങ്ങി പോവാടാ, പണ്ടാരടങ്ങി പോവും, പണ്ടാരടങ്ങി പോവും. നീയൊക്കെ ഒറ്റയ്യോ ഡിലീറ്റ് ചെയ്ത് കളയട്ടെ, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇത് വന്നിരുന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണേണ്ടി വരും. കോപ്പ് എടാ, ഇതൊക്കെ കാണുമെന്ന് ഡിലീറ്റ് ചെയ്ത് കളയണോ മോഡറേറ്റേഴ്സ്? ഒരിക്കൽ കൂടി മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്തെടുത്ത് നോക്കിക്കൂടെ ലെവി? അങ്ങനൊന്നും പറ്റത്തില്ല. അതെ, ഈ സ്പൈഡർമാൻ കാണുമ്പോഴേക്കും ആ ആഗ്രഹം പോകുമെന്നാ ആണോ? ബിക്കോസ് എനിക്കിപ്പോഴും ആ പഴയ പീറ്റർ പാർക്കർ ആയാൽ മതി എന്നാണ്. ഇത്രയും നല്ലൊരു മനുഷ്യൻ. ഇപ്പോഴാണല്ലേ ഇത് release ആയത്. ഇത് വേറൊരു ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തെന്ന് എനിക്ക് അറിയത്തില്ല. PS5 ഇല്ല, ബോക്സ് മാത്രമേ ഉള്ളൂ. പരീക്ഷയുടെ റിസൾട്ട് വന്നു. എത്ര ശതമാനം ഉണ്ട്? അച്ഛന്റെ ഇതൊക്കെ ഞാൻ റീൽസിൽ ഓൾറെഡി കാണുന്നതാണ്. ഞാൻ ബാബു നിർത്തിയതാ. ബാബു ചേട്ടനെ ഒന്ന് കാണണോന്ന് വിചാരിച്ചു, അങ്ങനെ നിർത്തിയതാ. ലൈഫിൽ ഇതുപോലൊരു എൻട്രി ഞാൻ ഒരു ബൈ പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ ശരി ബാബു ചേട്ടൻ. സ്പീഡിലായിരിക്കും. ലോബിയിലെത്തും. നമ്മുടെ ലോബി ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങക്ക് ഹെൽമെറ്റും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൻ ഓപ്പൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഓപ്പൺ ആയി വരും. അപ്പൊ ഇതിൽ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഞാൻ ചുമ്മാ ടെസ്റ്റ് അടിക്കുന്നതാണ്. ഇതടിച്ച നേരെ ലോഡിംഗ് സ്ക്രീൻ. ലോഡിംഗ് സ്ക്രീൻ ഇതാണ് വരുന്നത്. ലോഡിംഗ് സ്ക്രീൻ പബ്ജിയിലെ ലോഡിംഗ് സ്ക്രീനിൽ അതേപോലെ. പ്രിപ്പയറിംഗ് എയർക്രാഫ്റ്റ്, ലോഡിംഗ് കോംപാക്ട് സോൺ, റെഡി ഫോർ ഡിപ്ലോയ്മെന്റ്. ഈഗിളും അപ്പാപ്പനോട് ഉമ്മയ്ക്കാണോ? അല്ല ഇതെന്താ ഇവിടെ നോക്കും, മേളില് ഇലയും എല്ലാം ഉണ്ട്. ഇവിടെ നീ എന്താ ചെയ്ത് വെച്ചിരിക്കണേ? ആണ് അടുത്തത് നോക്കി വന്നേ. വെയിറ്റ് ചാറണ്ട 800 ചാറണ്ടേ? പിന്നെ സോണിന്റെ മിനിമാപ്പിന്റെ മുകളിൽ കാണിക്കും സോൺ എത്രയാ സമയം കാര്യങ്ങളൊക്കെ. ഇത് സ്പീഡപ്പ് ആയിരിക്കും. 10 സെക്കൻഡ് പുറത്താണ്, പെട്ടെന്ന് തീരും. കാരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സംഭവം. ടെസ്റ്റ് കാണിക്കാൻ വേണ്ടി നിങ്ങക്ക് ഇത് ചെയ്തിരിക്കണം. ലാൻഡ് വരുമ്പോ താഴെ ഇങ്ങനെ ബോക്സുകൾ, സ്റ്റോറേജ് ബോക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ട, ഇതെല്ലാം ലൂട്ട് ബോക്സസ് നിങ്ങൾക്ക്. കണ്ടോ, ഇത് നിങ്ങൾക്ക് എവിടെ വെച്ചാൽ ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും. ഇതിപ്പോ മാപ്പിൽ നമ്മള് ഓരോ ജയില് ഇതാണ് അടുത്ത സോൺ, ഈ വെള്ള ജയില് കാണിക്കണത്. അപ്പൊ ഈ സോണിന്റെ ഉള്ളിലേക്ക് പോകണം നമ്മള്. പിന്നെ നമ്മൾ ഇവിടെ ലൂട്ട് ബോക്സ് തരാം. ഇവിടെ വന്നിട്ട് ഈ അടിക്ക താഴെ ഗണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ നമ്മുടെ ഇൻവെന്ററി ഇതാണ്. നമുക്ക് ബാഗ് ഉണ്ട്. ബാഗ് എടുത്ത് കഴിഞ്ഞാൽ ലെവൽ 1 ബാഗ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത്ര ഇത് ഫ്രീ ആവും. പിന്നെ നീ എന്തിനാ പബ്ജി ഉണ്ടാക്കി വെച്ചിരിക്കണത്? പിന്നെ കണ്ട ഇതിനെ സോൺ ഇപ്പൊ ചെറുതായി വരും. റെഡ് സോൺ, നമ്മള് ബ്ലൂ സോണിന്റെ ഉള്ളിലാണ്. പിന്നെ മിനിമാപ്പിന്റെ ടോപ്പില് ഇത് കാണിക്കും സോണിന്റെ സമയം, ഇത് മാറുന്ന സമയം കാര്യങ്ങളൊക്കെ. പിന്നെ ഗണ്ട് ഇതിൽ ഗ്രോസ് ഉണ്ട്, AK-47 ഉണ്ട്. 3 ഗണ്ണാണ് നമ്മൾ യൂസ് ചെയ്യണം. ഡാമേജ് വ്യത്യാസം ഉണ്ടോ?
നമുക്ക് ആദ്യത്തെ സോണിൽ തന്നെ അല്ല അതിന് മുമ്പേ ചാവായിരുന്നു. അയ്യോ ദേവക്കുട്ടി നീ കളിക്കണ്ടോ? ഇല്ല ടൂർണമെന്റ് കളിക്കില്ല. അയ്യോ അത് ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നവൻ. എലി വിചാരിച്ച നമുക്ക് പേര് കൊടുക്കാം. എലി വിചാരിച്ച പേര് കൊടുക്കാന്നോ? പേര് ലിസ്റ്റ് അത് കഴിഞ്ഞു, എന്റെ ഇത് കഴിഞ്ഞു തോന്നുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞു തോന്നുന്നു. എന്റെ അച്ഛന്റെ പേര് ദിലിൻ ദിനേശൻ എന്നാണല്ലോ. എലി ആർപിയിലാണ്. എവിടെയാ കയറുന്നത്? എക്സ്ലാൻഡിസ് ആണോ RDR ആണോ? എക്സ്ലാൻഡിസ്. ഓക്കെ. ചേച്ചി എലി സാംസങ് അണ്ടർ വാട്ടർ ടെസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ വല്ല പുറത്ത് പോയി മുങ്ങാടാ. ഞാൻ മുങ്ങി ചാവാ ഞാൻ. ബാബു ചത്ത. അഭിനയിക്കൊന്നല്ലോ ഇത് ശരിക്കും തലക്കടിച്ച പേടിച്ചേ. അയ്യോ സ്ക്രീൻ ചെയ്ത് റീസ്റ്റാർട്ട് ആവോ ഗെയിം? അപ്പൊ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ലേ? പൊന്നു ജോക്കി അവിടെ നിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ജോക്കി അവിടെ സംസാരിക്കുന്നേന്ന്. അവിടെ സംസാരിക്കുന്നു എവിടെ നിൽക്കുന്ന ജീവിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ടാ. ചേച്ചി നോട്ടിഫിക്കേഷൻ വന്നില്ലെന്ന്. ഫ്ലെമിനെ നീ എന്നാലും വന്നല്ലോടാ. നോട്ടിഫിക്കേഷൻ വരാത്ത നീ എല്ലാരും എന്നെ ഓടി പോവാ. എന്ത് പറ്റിയെന്നാ? ഇറ്റ്സ് ഡിഫറെന്റ്. ഓ കണ്ണാപ്പി ആയിരിക്കും ഉറപ്പല്ലേ? എന്തോരം കഷ്ടപ്പാടാണ്. എന്ത് പറ്റിയെണ്ണ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? അവർക്കൊക്കെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ടോ? എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. എലിവിച്ച് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യണോ? അല്ല മറ്റേ കോൾഗേറ്റിന്റെ ഒരു വാട്ടർമെലന്റെ ഫ്ലേവർ ഉള്ള ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവോ? എടാ എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടം. എനിക്കാണെങ്കിൽ രാവിലെ ഇപ്പൊ അതില്ലാതെ അങ്ങോട്ട് ബ്രഷ് ചെയ്തിട്ട് ഫീലിംഗ് വരത്തില്ല. അത് കുറച്ച് ബ്രഷിലോട്ട് എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുത്തിട്ട് തേക്കുമ്പോണ്ടല്ലോ നമ്മൾ വാട്ടർമെലൻ കഴിച്ചൊരു സുഖം കിട്ടും. സത്യമായിട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ ടൂത്ത് പേസ്റ്റ് നല്ല രസമാണ്, ഭയങ്കര രസമാണ്. അത് വെച്ച് പല്ല് കേൾക്കാൻ വേണ്ടിയിട്ട്. എടാ എനിക്ക് ഇന്ന് പല്ലുവേദന വന്ന എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാവോ? എനിക്ക് പല്ലുവേദന സ്രാവുകൾ മുതൽ പൂഞ്ഞാട്ടി വരെ കിടന്ന് തുളയ്ക്കുന്ന ഈ കൊച്ചിയിൽ നമ്മൾ ആളെ അന്വേഷിക്കാന്ന് വെച്ചാ അത് കടലിൽ ചൂണ്ടയിടുന്ന ഏർപ്പാടാക്കും. നമ്മൾ ആരെ അന്വേഷിക്കുന്നോ അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. സ്രാവുകൾ മുതൽ പൂഞ്ഞാട്ടി വരെ കിടന്ന് തുളയ്ക്കുന്ന ഈ കൊച്ചിയിൽ നമ്മൾ ആളെ അന്വേഷിക്കാന്ന് വെച്ചാ അത് കടലിൽ ചൂണ്ടയിടുന്ന ഏർപ്പാടാക്കും. നമ്മൾ ആരെ അന്വേഷിക്കുന്നോ അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. നീയൊക്കെ ആരെ വെച്ചാ നീ കളിക്കുന്നേ? എന്താ പറയാ, കുശിപ്പും കുന്നായ്മയും അസൂയയും ഒക്കെ മൂത്ത് പിന്നിൽ നിന്ന് കുത്തി നമ്മളെ തകർത്താൻ നോക്കിയ ശത്രുക്കളുടെ എണ്ണാക്കിൽ ഒരു തിരി കത്തിച്ചിട്ടുണ്ട്. സെർവർ അങ്ങനെ നീണ്ട 10-12 ദിവസത്തെ 10-15 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എസ്ലാൻഡിസ് വീണ്ടും അപ്പാകുമ്പോൾ ഓപ്പൺ ആകുമ്പോഴാണ് അതിന് പബ്ലിക് ആക്കിക്കും.
സെർവർ ഉടനെ തന്നെ ലോഞ്ച് ആവുന്നില്ല, റെഡി ടു ലോഞ്ച് ആണ്. നമ്മുടെ ടൂർണമെന്റിന്റെ ടൈമിംഗ് കൊണ്ട് മാത്രമാണ് അവർ കുറച്ച് ഡിലേ ആക്കി വെച്ചേക്കുന്നത്. പക്ഷെ സെർവർ അവര് എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ മെനഞ്ഞാന്ന് അവർ പണിത് തീർത്തു. മനസ്സിലായ? സത്യം പറഞ്ഞ അത് റിവീൽഡ് ആണോ റിവീൽഡ് അല്ലാതെന്ന് എനിക്ക് ഞാൻ സിറ്റിയിലുണ്ടാവും. ഓ ശരി അറിയത്തില്ല, എനിക്കറിയാം. അപ്പൊ നമ്മുടെ ഈ ടൂർണമെന്റിന്റെ ടൈമും ബാക്കിയുള്ള എല്ലാം കൂടെ ഒന്ന് ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതായിരിക്കുന്നത്. ഞാൻ ഇന്നലെ സിറ്റിയിൽ കയറിയായിരുന്നു. നല്ല സിറ്റിയോ. ലൈവ് ഒന്നും പിന്നെ എന്താ ചോദിച്ചേ? ഹായ് ഗോകുന്റെ ലൈവ് കണ്ട് സിറ്റി കയറിയോ പണ്ടാരം അടക്കാൻ വേണ്ടിട്ട് ഞാൻ ആ സിറ്റിയിലോട്ട് കയറിയപ്പോ ഈ ഗോകു ഒരു ചുവന്ന് ഉടുപ്പിട്ടോണ്ട് വന്നു. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായാണെന്ന് കൊടുത്തു ചെയ്യണ്ടാണോ നിർത്തിക്ക് അവനങ്ങ് തുടങ്ങിയവൻ. എന്താണ് നീ? അതിന് സെർവർ ലോഞ്ച് ആയിട്ടില്ല, മെയിൻ സെർവർ. അയ്യോ ഞാൻ മറ്റേ സിറ്റി കയറി നല്ല ഇൻട്രോ. കില്ലിംഗ് മെസ്സേജ് എന്നാ അസ്ന നീ ആരുടെ കാര്യം പറയുന്ന? ഒരു മിനിറ്റ് മെസ്സേജ് കേട്ടോ. ഓ ഒരു മിനിറ്റ്, ഫയൽ അയച്ചു കൊടുക്കാതെ പോസ്റ്റ് ചെയ്യാൻ Ready for the switch.